ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് നെഗറ്റീവ് മാർക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻ വായിച്ച് എന്താണ് ക്ലിയർ ആയിട്ട് അതിൽ എഴുതിയേക്കുന്നത് വായിച്ച് 100%ഉം അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ MCQ ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. 4 ഓപ്ഷൻസും ചിലത് കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഓക്കെ, അപ്പൊ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വായിക്കുമ്പോൾ ഒന്നോ അതിൽ കൂടുതൽ ആൻസർ അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പം ചിലപ്പോൾ നമ്മൾ നോക്കി വരുമ്പോൾ നമുക്ക് മെയിൻലി എല്ലാവർക്കും വരുന്ന ഒരു കൺഫ്യൂഷനാണ് ഇതാണോ അതാണോ, 2 ഓപ്ഷൻസ് നമ്മൾ കൺഫ്യൂസ്ഡ് ചെയ്യിപ്പിക്കും. അപ്പൊ അതിൽ ഒന്ന് കറക്റ്റ് ആയിരിക്കും, ഒന്ന് കൺഫ്യൂഷൻ ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ നെഗറ്റീവ് മാർക്കിലേക്ക് എന്താ പറയുന്ന വഴിതെളിക്കുന്ന ഓപ്ഷനും ആയിരിക്കും. സോ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കുക. ക്വസ്റ്റ്യൻ ഒരു കീ പോയിന്റ് കാണും, ഒരു കീ വേർഡ് കാണും. ആ വേർഡ് വെച്ചിട്ട് വേണം ഓപ്ഷൻസ് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ വായിച്ചു ക്വസ്റ്റ്യൻ മനസ്സിലായി, ആദ്യത്തെ ആൻസർ വായിക്കുമ്പോൾ ചിലപ്പോൾ ക്ലിക്ക് ആവും. ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം ആൻസർ, ഫസ്റ്റ് ഓപ്ഷൻ A ആയിരിക്കാം ആൻസർ. നിങ്ങളോട് ഏതൊരു മാർക്ക് ചെയ്യരുത്. എന്ത് ചെയ്യണം, 4 ഓപ്ഷൻസും നോക്കണം. 4 ഓപ്ഷൻസും തറവ് ചെയ്ത് നോക്കിയിട്ട് വേണം ഏതാണോ ആൻസർ എന്ന് വെച്ചാൽ അത് ബ്ലാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കറപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ക്വസ്റ്റ്യൻ വായിക്കുക, ഓപ്ഷൻ A ആണ് കറക്റ്റ് എങ്കിൽ നിങ്ങൾ വായിച്ച ഉടനെ എന്ത് ചെയ്യരുത്, അത് ടിക്ക് ചെയ്യാൻ പാടില്ല. എല്ലാ ഓപ്ഷൻസും വായിച്ചതിന് ശേഷമേ ഫൈനലൈസ് ചെയ്യാവുള്ളൂ. ഇതാണ് ആൻസർ എന്നുള്ളത്. മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാൻ ശ്രമിക്കുക. കാരണം എത്ര നെഗറ്റീവ് മാർക്ക് നമ്മൾ കുറയ്ക്കാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ കുറയ്ക്കുന്നോ നമ്മൾ എന്ത് ചെയ്യും, ലിസ്റ്റിന് മേളിൽ കയറും. ഓക്കെ, സോ നമ്മളിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാൻ പോവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ? ഓക്കെ, ഇവിടെ കുറച്ച് ആക്ഷൻസ് പറയുന്നുണ്ട്. കുറച്ച് ആക്ഷൻസ് ആണ് 4 ഓപ്ഷൻസിൽ പറയുന്നത്. ഇതില് ഏതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ എക്സാമ്പിൾ? ഓക്കെ, ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്, സോ വാട്ട് ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ? എന്താണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ? പ്രിവെൻഷൻ ഇത് ഏത് ഏരിയയിലുള്ള ചോദ്യമാണെന്ന് പറയാമോ? ഫ്രം വിച്ച് സബ്ജക്ട്? ഏത് സബ്ജക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏത് ഏരിയ ആയിരിക്കാം? ഡിസീസ് എന്ന് പറയുന്ന ഡിസീസിനെ എങ്ങനെ പ്രിവെൻഷൻ ചെയ്യാം? ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൈമോഡിയൽ പ്രിവെൻഷൻ. സോ വി നോ ദാറ്റ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി പ്രിവെൻഷൻ. 4 ടൈപ്സ് ഓഫ് പ്രിവെൻഷൻ ഉണ്ട്: പ്രൈമോഡിയൽ, പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി. ഓക്കെ, സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ടേക്കൺ ടു റിമൂവ് ദ പോസിബിലിറ്റി ദാറ്റ് ദ ഡിസീസ് വിൽ എവർ ഒക്കർ. ദ ആക്ഷൻ ടേക്കൺ ടു റിമൂവ് ദ പോസിബിലിറ്റി ദാറ്റ് ദ ഡിസീസ് വിൽ എവർ ഒക്കർ. ഡിസീസ് ഒക്കർ ചെയ്യാൻ പാടില്ല. അതാണ് ഓപ്ഷൻ A എന്ന് പറയുന്നത്. ഓപ്ഷൻ B മീൻസ് വാട്ട്? ആക്ഷൻ ദാറ്റ് ഹോൾഡ്സ് ദ പ്രോഗ്രസ് ഓഫ് ഡിസീസ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസീസ് വന്നു, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഗ്രസ് ചെയ്യാൻ പാടില്ല. ആക്ഷൻ ടേക്കൺ പ്രയർ ടു ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ്. ഡിസീസ് ഉണ്ടാകുന്നതിന് മുന്നേ എടുക്കുന്ന ആക്ഷൻ. പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ടാകാതെ പ്രിവെന്റ് ചെയ്യാം. ഇതിൽ ഏതായിരിക്കാം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആൻസർ? ലാസ്റ്റ് ഓപ്ഷൻ ആണെന്നാണ് പറയുന്നത്. നമുക്ക് നോക്കാം അല്ലെ. സോ അതിന് മുന്നേ നമുക്ക് എന്താണ് ഈ 4 ടൈപ്സ് ഓഫ് പ്രിവെൻഷൻ നോക്കാം. സോ ഞാൻ പറഞ്ഞു, ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പ്രൈമോഡിയൽ ഉണ്ട്, പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെറിഷറി ഉണ്ട്. ഓക്കെ, ഇതില് പ്രൈമോഡിയൽ പ്രിവെൻഷൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ എന്താണ്, റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുക. ഡിസീസ് ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടേഴ്സ് കുറയ്ക്കുക. അതാണ് എന്ത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ പറയാമോ പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ? ഇവിടെ എന്താ പറഞ്ഞേ, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ ഓർ മാസ് എഡ്യൂക്കേഷൻ. നമ്മളൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക, നമ്മള് പബ്ലിക്കിന് എഡ്യൂക്കേഷൻ കൊടുക്കുക. നമ്മള് ഫിലിം കാണാനൊക്കെ പോകുമ്പോൾ, തിയേറ്ററിൽ പോകുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന എന്താ? എല്ലാ തിയേറ്ററിലും പോകുമ്പോൾ ഫസ്റ്റ് കാണിക്കുന്ന എന്താ? നമ്മളെ മനസ്സിൽ വരും, എന്തോ ഫസ്റ്റ് കാണിക്കുന്ന സ്ക്രീനിൽ സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അങ്ങനെ സ്വയം കാണിക്കത്തില്ലേ? അതൊരു മാസ് എഡ്യൂക്കേഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ റിസ്ക് ഫാക്ടർ കുറയ്ക്കുക, അതാണ് ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ മാസ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ. ചില സമയത്ത് ഈ മഴയൊക്കെ ആവുന്ന സമയത്ത് പണ്ടൊക്കെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുമായിരുന്നു അല്ലെ, മഴ വരുന്നുണ്ട്, മഴക്കാല രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്, കൊതുക് നിരോധന വഴികൾ പറഞ്ഞു തരും അല്ലെ. അപ്പൊ അതൊക്കെയാണ് എഡ്യൂക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത്. റിസ്ക് ഫാക്ടേഴ്സ് വരാൻ പാടില്ല. ഡിസീസ് ഒന്നുമല്ല അവിടെ എന്തുള്ള ഫോക്കസ് ചെയ്യുന്നത്, ഡിസീസ് ഒന്നും അവിടെ ഇല്ല, പക്ഷെ ഡിസീസ് വരാനുള്ള ചാൻസ് ഉണ്ട്, റിസ്ക് ഫാക്ടർ വരാൻ പാടില്ല. അതാണ് ഇൻഡിവിജ്വൽ മനസ്സിലോർക്കുക. എഡ്യൂക്കേഷൻ നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. സോ പ്രൈമോഡിയൽ പ്രിവെൻഷൻ ഫോക്കസ് ചെയ്യുന്ന റിസ്ക് ഫാക്ടർ പ്രിവെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് പ്രൈമറി പ്രിവെൻഷൻ. എന്താണ് പ്രൈമറി പ്രിവെൻഷൻ? പ്രൈമോഡിയൽ മനസ്സിൽ വരിക റിസ്ക് ഫാക്ടർ, പ്രൈമോഡിയൽ റിസ്ക് ഫാക്ടർ, പ്രൈമറി. അപ്പൊ എന്തോ പ്രൈമറി പ്രിവെൻഷൻ? പ്രൈമറി പ്രിവെൻഷൻ
എക്സാമ്പിൾ പറഞ്ഞാലും മതി, നിങ്ങൾക്കത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയൂ. എന്തോ പ്രൈമറി പ്രിവെൻഷൻ? ഇമ്മ്യൂണൈസേഷൻ. നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമാണ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് ഓർമ്മ വരിക. പ്രൈമോഡിയൽ എന്ന് പറയുമ്പോൾ റിസ്ക് ഫാക്ടർ എന്ന് ഓർക്കുന്നത് പോലെ പ്രൈമറി എന്ന് പറയുമ്പോൾ സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് ഓർക്കുക. ഓക്കെ, ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്നാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്കറിയാം ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മുടെ ഇന്ത്യക്ക് ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ട്, ഓരോ രാജ്യങ്ങൾക്കും അവരുടേതായ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ ഷെഡ്യൂൾ അല്ല എല്ലാ രാജ്യത്തും യൂസ് ചെയ്യുന്നത്, പലർക്കും പല ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആണ്. ഓക്കെ, അപ്പൊ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ കുറച്ച് ഡിസീസ് കണ്ടീഷൻസ്, കുറച്ച് ഡിസീസിന് മാത്രമാണ് ഫോക്കസ് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ പണ്ട് നമുക്കറിയാം, പണ്ട് നമ്മൾക്ക് ജനിക്കുന്ന മുന്നുള്ള ടൈമില് സ്മോൾ പോക്സ് വാക്സിനേഷൻ ഉണ്ടായിരുന്നു, അറിയാലോ സ്മോൾ പോക്സ് വാക്സിനേഷൻ. പക്ഷെ ഇപ്പൊ നമ്മുടെ ഷെഡ്യൂളിൽ സ്മോൾ പോക്സ് വാക്സിനേഷൻ ഉണ്ടോ? സ്മോൾ പോക്സ് വാക്സിനേഷൻ ഉണ്ടോ? ഇല്ല. വൈ എന്തുകൊണ്ടാ മാറ്റിയത്? എന്തുകൊണ്ടാണ് സ്മോൾ പോക്സ് വാക്സിനേഷൻ അല്ലേ? ഇറാഡിക്കേറ്റ് ചെയ്തു അല്ലെ? ആ ഡിസീസ് കണ്ടീഷൻ നമ്മുടെ ഇന്ത്യയിൽ ഇറാഡിക്കേറ്റ് ചെയ്തു. സോ നമുക്ക് ഇതിന് ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ ഷെഡ്യൂൾ എടുക്കുമ്പോൾ ചില ഡിസീസ് കണ്ടീഷൻ നമ്മൾ പ്രോൺ ആണ്. ഓക്കെ, നമ്മുടെ ഏരിയ, നമ്മുടെ ലൊക്കാലിറ്റിയില് അതിന്റെ റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ നമ്മൾ അത് എടുത്തേ പറ്റൂ. ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞ വാക്സിനേഷൻ അത് നമ്മുടെ ഷെഡ്യൂളില് ഇല്ല. ചിക്കൻ ബോക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾ എടുക്കുമ്പോൾ അത് എന്താ പറയാ, അല്ലെങ്കിൽ 100% എടുത്തേ പറ്റൂ എന്ന് ആരും പറയത്തില്ല. പക്ഷെ ചിക്കൻ ബോക്സ് വാക്സിനേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് റിസ്ക് ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ അല്ലെ. സ്പെസിഫിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്തോ ചെയ്യുന്നേ, സ്പെസിഫിക് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നു. എന്തിനു വേണ്ടി? ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി. ഇപ്പൊ ട്രാഫിക് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നില്ലേ, ഇറ്റ് ഇസ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. ആക്സിഡന്റ് നമുക്കറിയാം, നമ്മുടെ റോഡിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ വി ആർ പ്രോൺ ഫോർ റിസ്ക് ഫാക്ടർ ഉണ്ട് ആക്സിഡന്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്. റിസ്ക് ഫാക്ടർ ഉണ്ട്. സോ എന്താണ്, നമ്മൾ ഹെൽമെറ്റ് ധരിക്കുന്നത് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ ആണ്. മനസ്സിലായി? അപ്പൊ ഹെൽമെറ്റ് ധരിക്കുക എന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ ആണ്. ഓക്കെ, നമ്മൾ പോകുന്ന സമയത്ത് അതിന്റെ സൈഡിൽ ബോർഡ് എഴുതി വെച്ചേക്കുവാണ്, നിങ്ങൾ ഹെൽമെറ്റ് ധരിക്കണം, ഹെൽമെറ്റ് ധരിച്ചില്ലെങ്കിൽ ഇത് പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ പ്രൈമറി പ്രിവെൻഷനും, നമ്മൾ ഹെൽമെറ്റ് ധരിക്കുമ്പോൾ അത് പ്രൈമറി പ്രിവെൻഷനും. സോ ദെൻ വാട്ട് ഈസ് സെക്കൻഡറി പ്രിവെൻഷൻ? പ്രൈമോഡിയൽ മീൻസ് അവോയ്ഡിങ് റിസ്ക് ഫാക്ടർ. പ്രൈമറി എന്ന് വെച്ചാൽ റിസ്ക് ഫാക്ടർ ഉണ്ട്, പക്ഷെ ഡിസീസ് ഉണ്ടാവാൻ നമ്മൾ അനുവദിക്കില്ല. സോ വാട്ട് ഈസ് സെക്കൻഡറി പ്രിവെൻഷൻ? അപ്പൊ എന്താ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ? ഇവിടെ ഡിസീസ് ഉണ്ട്, ഓക്കെ, ഓൾറെഡി ഡിസീസ് വന്നു. പക്ഷെ ഡിസീസ് വന്നിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ഏർലി ഡയഗ്നോസ് ചെയ്ത് പ്രോംപ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം. അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. സോ ഇവിടെ റിസ്ക് ഫാക്ടർ വന്നു, ഡിസീസ് വന്നു കഴിഞ്ഞു, ഡിസീസ് ഡയഗ്നോസ് ചെയ്തു. അങ്ങ് ഡയഗ്നോസ് ചെയ്ത ഡിസീസ് നമ്മൾ എന്ത് ചെയ്യണം? പ്രോംപ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് കോംപ്ലിക്കേഷനിലേക്ക് പോകാതെ നമ്മുടെ പേഷ്യന്റ് സർവൈവ് ചെയ്യണം. അതാണ് സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞത്. വാട്ട് ഈസ് ടെറിഷറി പ്രിവെൻഷൻ? എന്താ ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് ഈസ് ടെറിഷറി പ്രിവെൻഷൻ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസീസ് കണ്ടീഷൻ വന്നു, പേഷ്യന്റ് കുറച്ച് കോംപ്ലിക്കേഷൻ ഒക്കെ ആയിട്ടുണ്ട്, പക്ഷെ നമുക്ക് എന്ത് ചെയ്യണം? പേഷ്യന്റിനെ റീഹാബ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഡിസബിലിറ്റി ആയിട്ടുണ്ട്, പേഷ്യന്റ് ഡിസബിലിറ്റി ആയി, കോംപ്ലിക്കേഷൻ ആയി, ആ ഡിസബിലിറ്റി ലിമിറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ആംബ്യൂട്ടേഷൻ കഴിഞ്ഞ കാലം ആർട്ടിഫിഷ്യൽ ലിംബ് ഒക്കെ കൊടുക്കത്തില്ലേ, അതാണ് ടെറിഷറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ. കുറച്ചും കൂടി അവരുടെ ലൈഫ് എങ്ങനെ അവർക്ക് ആ ഉള്ള ഡിസബിലിറ്റി കൊണ്ട് അവർക്ക് എങ്ങനെ ബെറ്റർ ആയിട്ട് ജീവിക്കാൻ പറ്റും, ആ റീഹാബിലിറ്റേഷൻ ആണ്. ഡിസബിലിറ്റി ലിമിറ്റേഷൻ, റീഹാബിലിറ്റേഷൻ ആണ് ടെറിഷറി പ്രിവെൻഷൻ വരുന്നത്. സോ 4 ലെവൽ ഓഫ് പ്രിവെൻഷൻ. ഫസ്റ്റ് ഈസ് പ്രൈമോഡിയൽ, നമ്മൾ അവന്റെ ഫോക്കസ് ചെയ്യുന്ന റിസ്ക് ഫാക്ടറിനെ അവോയ്ഡ് ചെയ്യുക, എഡ്യൂക്കേഷൻ ആണ്. ദെൻ പ്രൈമറി പ്രിവെൻഷൻ, ഡിസീസിനെ അവോയ്ഡ് ചെയ്യുക. റിസ്ക് ഫാക്ടർ ഉണ്ട്, ബട്ട് ഡിസീസിനെ അവോയ്ഡ് ചെയ്യാം. ഹെൽത്ത് പ്രൊമോഷൻ ആൻഡ് സ്പെസിഫിക് പ്രൊട്ടക്ഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഡിസീസ് വന്നു കഴിഞ്ഞു, സോ ഏർലി ഡയഗ്നോസ് ചെയ്യണം, പ്രോംപ്റ്റ് ട്രീറ്റ്മെന്റിലേക്ക് കൊണ്ടുപോകണം. ടെറിഷറി പ്രിവെൻഷൻ എന്ന് വെച്ചാൽ എന്തുവാ? ഡിസീസ് വന്നു, ട്രീറ്റ്മെന്റ് എടുത്ത് തുടങ്ങി, പക്ഷെ പേഷ്യന്റ് കുറച്ച് കോംപ്ലിക്കേഷനിലോട്ട് പോയി. സോ വാട്ട് യു നീഡ് ടു ഡു? നമ്മൾ ഡിസബിലിറ്റി കുറയ്ക്കുക, ഡിസബിലിറ്റി ലിമിറ്റ് ചെയ്തിട്ട് റീഹാബ് കൊടുക്കുക. അതാണ് ടെറിഷറി പ്രിവെൻഷൻ വരിക. സോ ഇവിടെ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആയിരിക്കും അല്ലെ, പ്രിവെൻഷൻ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്. റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് അറിയാം, പ്രൈമോഡിയൽ എന്ന് പറയുമ്പോഴേ മനസ്സിലാവും റിസ്ക് ഫാക്ടേഴ്സിന്റെ എമർജൻസി പ്രിവെന്റ് ചെയ്യുക. സോ ഓപ്ഷൻ ഡി ഇസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ. മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ ഏതാണെന്നറിയോ? മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ മീനിങ് എന്തുവാ? ഈ ക്വസ്റ്റിന്റെ മീനിങ് എന്തുവാ? മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ എന്ന് വെച്ചാൽ
ആൻസർ നിങ്ങൾക്ക് അറിയാൻ വൈകി വിട്ടേരെ. എന്താണ് മീനിങ്? ക്വസ്റ്റിന്റെ മീനിങ് എന്തുവാ? ഹീറ്റിന് എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? വാക്സിൻ ചീത്തയായി പോകും അല്ലെ? നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഏതായിരിക്കാം? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഒന്ന് ഗസ് ചെയ്ത് നോക്കി. മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ. സോ ദ ആൻസർ ഈസ്, എല്ലാരും പറഞ്ഞു പോളിയോ. എന്ത് പോളിയോ വാക്സിനേഷൻ? എന്ത് പോളിയോ? അത് എന്തിനാ പ്രിവെന്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ പോളിയോയുടെ വാക്സിനേഷന്റെ ഒരു ഇത് പറഞ്ഞേ. പോളിയോ വാക്സിനേഷൻ ഏതാ? പോളിയോ വാക്സിനേഷൻ 2 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാ? OPV IPV. ഹീറ്റ് സെൻസിറ്റീവില് ആദ്യം കിടക്കുന്ന ഇതാണ് OPV. ദെൻ മീസിൽസ്. ഇതിന് താഴെയാണ് ഹെപ്പും ടിടിയും കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കാം, ഈ രണ്ടെണ്ണം ഓർത്ത് വെക്കണേ. എന്നിട്ട് പോളിയോ, OPV ആൻഡ് മീസിൽസ്, ഇത് രണ്ടും നിങ്ങൾ മനസ്സിൽ വേണം. ബാക്കിയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഹീറ്റ് സെൻസിറ്റീവ് എന്ന് പറയുമ്പോഴേ മനസ്സിലോർക്കേണ്ട കാര്യമാണ് OPV ആൻഡ് മീസിൽസ്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ കാര്യമുണ്ട്. അതായത് ഓപ്ഷനകത്ത് ഇപ്പൊ പോളിയോ ഇല്ല എന്ന് വിചാരിക്കാം. പോളിയോയുടെ അവിടെ നമ്മള് MMR അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാക്സിനേഷൻ ആയിരുന്നുവെങ്കിൽ വാട്ട് യു വിൽ ചൂസ്? പോളിയോ ഇല്ലെന്ന് വിചാരിക്കുക. ഇവിടെ TTയോ MMR അങ്ങനെ എന്തെങ്കിലും ആയിരുന്നു വിചാരിക്കും. നിങ്ങൾ എന്ത് ചൂസ് ചെയ്യും? മീസിൽസ് ചൂസ് ചെയ്യണം. അപ്പൊ പറഞ്ഞാൽ മനസ്സിലായോ? ഈ രണ്ട് ഓപ്ഷൻസ് മനസ്സിൽ വേണം. ഹീറ്റ് സെൻസിറ്റീവ് എന്ന് പറയുമ്പോൾ പോളിയോ എന്ന് മാത്രം പഠിക്കരുത്. പോളിയോ ആൻഡ് മീസിൽസ് എന്ന് പഠിക്കാം. പോളിയോയും മീസിൽസും. പക്ഷെ ഇവർ കമ്പയർ ചെയ്യുമ്പോൾ പോളിയോ ആണ് കുറച്ചും കൂടെ സെൻസിറ്റീവ്. മീസിൽസ് രണ്ടാമത്തെ പ്ലേസിലേ ഉള്ളൂ. കേട്ടോ? അപ്പൊ എക്സാമിന് ഞാൻ ചോദിക്കും, പോളിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ചൂസ് പോളിയോ, ആൻഡ് പോളിയോ ഇല്ലെങ്കിൽ ഇറ്റ് ഈസ് മീസിൽസ്. ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. കേരള PSC ആയാലും സെൻട്രൽ ഗവൺമെന്റ് എക്സാമിനേഷൻ ആയാലും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഹീറ്റ് സെൻസിറ്റീവ് വാക്സിൻ ഏതാണ്? സെൻസിറ്റീവ് ടു കോൾഡ് അങ്ങനെ ചോദിക്കാറില്ല. ഉണ്ടെന്നുണ്ടെങ്കിലും ജസ്റ്റ് മനസ്സിൽ വെക്കുക, ഹെപ്പറ്റൈറ്റിസ് B ആണ് മോസ്റ്റ് സെൻസിറ്റീവ് വാക്സിൻ, സെൻസിറ്റീവ് ടു കോൾഡ്. ഞാൻ എങ്ങും ചോദിച്ചാലും കണ്ടിട്ടില്ല. അതുപാടെ ചോദിച്ചിരിക്കുന്നത് ഇത് രണ്ടും. കേട്ടോ? അപ്പൊ ഇനി പഠിക്കാം ഓൺലി പോളിയോ എന്ന് മാത്രം പഠിക്കരുത്, പോളിയോ ആൻഡ് മീസിൽസ്. ഓക്കെ. മൈ തേർഡ് ക്വസ്റ്റ്യൻ ഈസ്, white polished rice causes deficiency of. White polished rice causes deficiency of. White polished rice എന്ന് വെച്ചാൽ എന്തുവാ? വൈറ്റ് പോളിഷ്ഡ് റൈസ് മീൻ നമ്മള് വീട്ടിൽ യൂസ് ചെയ്യുന്ന രണ്ട് ടൈപ്പ് ഓഫ്, ചുവന്ന അരിയും വെള്ള അരിയും. പോളിഷ് റൈസ് ഇല്ല, വെള്ള അരി, വെളുത്ത അരി ഇല്ല, നമ്മള് ചോറൊക്കെ യൂസ് ചെയ്യുന്ന വെള്ള അരി, അതാണ് വൈറ്റ് പോളിഷ്ഡ് റൈസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ചുവന്ന അരിയുണ്ട്. ചുവന്ന അരി നമ്മൾ ചുവന്ന കളറിലെ അരിയുണ്ട് അല്ലെ? 2 types of rice ആണ്. അതില് വൈറ്റ് പോളിഷ്ഡ് റൈസ് ആണ് നമ്മൾ എപ്പോഴും, നമ്മള് ഈ ചുവന്ന അരി കഴിക്കുന്നേ ഇല്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും വെള്ള അരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് വൈറ്റമിൻ ആണ് ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്? തൈമിനാന്ന് തോന്നുന്നു അല്ലെ? എന്തുകൊണ്ടാണ് തൈമിൻ എന്ന് പറയുന്നത്? എന്തുകൊണ്ടായിരിക്കാം? തൈമിൻ ഏത് വൈറ്റമിൻ ആണ്? ABCD ഏത് വൈറ്റമിൻ തൈമിൻ എന്ന് പറഞ്ഞാൽ B1 ആണ് തൈമിൻ. ഓക്കെ, സോ ആൻസർ കറക്റ്റ് ആണ്. വൈറ്റ് പോളിഷ്ഡ് റൈസ് ഒരുപാട് കൺസ്യൂം ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന ഡെഫിഷ്യൻസിയാണ് തൈമിൻ ഡെഫിഷ്യൻസി, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഞാൻ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഇതാണ് ചുവന്ന അരി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ പ്രോസസ്സിംഗ് ചെയ്തിട്ടാണ് വൈറ്റ് റൈസിലോട്ട് കൊണ്ടുവരുന്നത്. ആ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചുവന്ന അരിയുടെ പുറത്തായിട്ട് ഒരു കോട്ടിംഗ് ഉണ്ട്, കവറിംഗ് ഉണ്ട്, ബ്രാൻ എന്ന് പറയും. BRAN, ബ്രാൻ. ഈ ബ്രാൻ എന്ന് പറഞ്ഞാൽ നല്ല വൈറ്റമിൻ വാല്യൂ ഉള്ള സാധനമാണ്. മെയിൻലി വൈറ്റമിൻ B1. തൈമിൻ ഒരുപാട് അടങ്ങിയിരിക്കുന്നത് ഈ പുറത്തെ കോട്ടിംഗിൽ, ബ്രാൻ എന്ന് പറയുന്ന കോട്ടിംഗിലാണ്. നമ്മൾ വൈറ്റ് പോളിഷ് റൈസിലോട്ട് മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സംഭവത്തെ ബ്രാനെ അങ്ങ് ഇളക്കി കളയും. ഓക്കെ, ബ്രാൻ പോയി കഴിഞ്ഞാൽ അവിടെ എന്തോ ഇല്ല, ബ്രാനിലാണ് തൈമിൻ അല്ലെങ്കിൽ വൈറ്റമിൻ B1 ഉണ്ടായിരുന്നത്. സോ ആ ബ്രാൻ പോയി കഴിഞ്ഞാൽ നോർമലി എന്ത് കോസ് ചെയ്യും? ഡെഫിഷ്യൻസി ഓഫ് തൈമിൻ. ഓക്കെ, അപ്പം ഓർക്കുക, എന്തുകൊണ്ടാണ് വൈറ്റ് പോളിഷ്ഡ് റൈസ് തൈമിൻ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് റൈസിന്റെ പുറത്തുള്ള ഒരു കോട്ടിംഗ്, കവറിംഗ് ഉണ്ട്, ബ്രാൻ എന്ന് പറയും. ആ ബ്രാൻഡ് റിമൂവ് ചെയ്തിട്ടാണ് വൈറ്റ് പോളിഷ്ഡ് റൈസ് ഉണ്ടാക്കുന്നത്. സോ ബ്രാൻഡിലായിരുന്നു തൈമിന്റെ കണ്ടന്റ്. ഓക്കെ, സോ വൈറ്റ് പോളിഷ്ഡ് റൈസ് കോസസ് ദി ഡെഫിഷ്യൻസി ഓഫ് തൈമിൻ. ഓക്കെ, അല്ലെങ്കിൽ വൈറ്റമിൻ B1. ഓക്കെ, സോ വൈറ്റമിൻ എയുടെ പ്രത്യേക പേരെന്തുവാ? കെമിക്കൽ നെയിം എന്തുവാ വൈറ്റമിൻ എയുടെ? അറിയോ? അതും പഠിക്കണം. ഈ എല്ലാ വൈറ്റമിൻസിന്റെ കെമിക്കൽ നെയിമും പഠിക്കണം. അതുപോലെ അവരുടെ ഡെഫിഷ്യൻസി മൂലം എന്ത് ഡിസീസ് കണ്ടീഷൻ ആണ് എന്നും പഠിക്കണം. കേട്ടോ? അത് എപ്പോഴും ചോദിക്കുന്നതാണ്. വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. വൈറ്റമിൻ എയുടെ പേര് റെറ്റിനോൾ. ഓക്കെ, അത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വൈറ്റമിൻ എ കൊടുക്കാറില്ലേ? വൈറ്റമിൻ എ ഡ്രോപ്സ് കൊടുക്കാറില്ലേ? ഏത് ഏജിലാണ് വൈറ്റമിൻ എ ഡ്രോപ്സ് കൊടുക്കുന്നത്? ഏത് ഏജിലാണ് വൈറ്റമിൻ എ ഡ്രോപ്സ് കൊടുക്കുന്നത്? നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂള് അറിയോ?
ന്യൂ ബോൺസിന് സ്റ്റാർട്ട് ചെയ്യില്ലേ? ന്യൂ ബോൺസിനോ? ന്യൂ 9 ബോൺസിന് വൈറ്റമിൻ month. എ സ്റ്റാർട്ട് ചെയ്യും 9 മന്ത്. ന്യൂ ബോൺസിന് ഏത് വൈറ്റമിനാണ് കൊടുക്കുന്നത്? നമ്മൾ അറ്റ് ബർത്ത് Vitamin നമ്മൾ K. ജനിക്കുമ്പോഴേ കൊടുക്കുന്നത് വൈറ്റമിൻ കെ ആണല്ലേ? എവിടെ ഏത് റൂട്ട് എന്തുവാ? IM ആയിട്ട് അല്ലെ? വൈറ്റമിൻ കെ IM ആയിട്ട് കൊടുക്കുക. എന്താണ് കൊടുക്കുന്നത്? എന്താ വൈറ്റമിൻ കെ കൊടുക്കുന്നത്? ബാക്കി ഒരു വൈറ്റമിനും കൊടുക്കുന്നത് വൈറ്റമിൻ കെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? വൈറ്റമിൻ എ എന്ന് പറഞ്ഞ ക്ലോട്ടിങ് ബ്ലീഡിംഗ് പ്രിവെന്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഓക്കെ, അത് നമ്മുടെ ഇവരുടെ സിസ്റ്റം മൊത്തം ഇമ്മച്ചുർ ആണ്. സോ വൈറ്റമിൻ കെ കൊടുക്കണം കേട്ടോ. ന്യൂ ബോൺ കൊടുക്കുന്ന വൈറ്റമിൻ കെ ആണ്. വൈറ്റമിൻ എ കൊടുക്കുന്നത് 9 മന്ത്സ് ആകുമ്പോഴാണ്. 9 മന്ത്സ് ആകുമ്പോഴാണ് നമ്മൾ വൈറ്റമിൻ എ ഡ്രോപ്സ് കൊടുക്കുന്നത്. എല്ലാ 6 മന്ത്സിലും നമ്മൾ അത് കൊടുത്തോണ്ടിരിക്കണം അപ് ടു 5 ഇയേഴ്സ്. 5 വയസ്സ് വരെ, 9 മാസം മുതൽ 5 വയസ്സ് വരെ 6 മന്ത്സ് കൂടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വൈറ്റമിൻ എ കൊടുക്കണം. അതുപോലെ അത് ഓർമ്മിരിക്കുക കേട്ടോ. 9 മന്ത്സിലാണ് വൈറ്റമിൻ എ കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾ ഇത് ഓർത്തെടുക്കുക, എത്ര ഡോസ് ആണ്. വൈറ്റമിൻ എ ഓറൽ ആണ്, റൂട്ട് ഓറൽ ആണ്, ഡ്രോപ്സ് ആണ്. 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ് ആണ് 9 മന്തിൽ കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് 1 lakh ഇന്റർനാഷണൽ യൂണിറ്റ്. പിന്നെ അങ്ങോട്ട് 6 മാസം കൂടുമ്പോൾ 5 വയസ്സ് വരെ കൊടുക്കുന്നത് 2 lakh ഇന്റർനാഷണൽ യൂണിറ്റുമാണ്. അതും എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, 9 മന്തിൽ നമ്മൾ വൈറ്റമിൻ സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ അപ്പൊ കൊടുക്കുന്ന ഡോസേജ് 1 lakh, പിന്നീട് അങ്ങോട്ട് 2 lakh. ഓക്കെ, പിന്നെ എക്സാമിന് ചോദിക്കുന്നത് B1 ബെറിബെറി ചോദിക്കും. ഇതാണ് തൈമിൻ ഡെഫിഷ്യൻസി കോസസ് ബെറിബെറി. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വേറൊരു ഇതിലും ചോദിക്കാം. ഏത് ഡിസീസ് ഉണ്ടാക്കും? ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഡെഫിഷ്യൻസി ഏതാണ് കോസസ്? ഇറ്റ് ഈസ് തൈമിൻ ഡെഫിഷ്യൻസി. വൈറ്റ് പോളിഷ്ഡ് റൈസ് മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണ്? ഇറ്റ് ഈസ് ബെറിബെറി. മനസ്സിലായോ? അതിൽ നിന്ന് നെക്സ്റ്റ് ക്വസ്റ്റ്യനോട് പോയിട്ടുണ്ട്. വിറ്റമിൻ D1 തൈമിൻ കുറയുമ്പോൾ ഡെഫിഷ്യന്റ് ആകുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻ ആണ് ബെറിബെറി. പിന്നെ അപ്പം B1 ഇമ്പോർട്ടന്റ് ആണ്. B3 ചോദിച്ചിട്ടുണ്ട്, പെല്ലഗ്രാം. B3 പെല്ലഗ്രാം. ദെൻ പിന്നെ ചോദിച്ചേക്കുന്നത് സ്കർവി. വൈറ്റമിൻ സി ചോദിച്ചിട്ടുണ്ട്, സ്കർവി. ഓക്കെ, ഇത്രയും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ നിങ്ങൾ ഓരോ വൈറ്റമിന്റെയും കെമിക്കൽ നെയിമും പഠിക്കണം. അത് കോസ് ചെയ്യുന്ന ഡിസീസ് കണ്ടീഷനും പഠിക്കാം. സോ ഇവിടെ എന്ന് പറയുന്നത് തൈമിൻ ഡെഫിഷ്യൻസി ആണ്. നമ്മൾ വൈറ്റ് പോളിഷ് റൈസ് ഒരുപാട് കൺസ്യൂം ചെയ്യണമെങ്കിൽ വരിക. അത് റീസൺ മനസ്സിലായില്ല എന്താണ്? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഒബ്ജക്റ്റീവ് ഓഫ് WHO. WHO എന്തുവാ? വാട്ട് യു മീൻ ബൈ WHO? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്, പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആണ്. അപ്പം നമ്മുടെ ഓരോ ഓർഗനൈസേഷനും നമ്മൾ ഫോം ചെയ്യുമ്പോൾ, എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമുക്കൊരു മെയിൻ എയിം ഉണ്ടായിരിക്കാം. ഒരു മെയിൻ എയിം ഉണ്ട്. നമ്മൾ ആ മെയിൻ ഒബ്ജക്റ്റിലും മെയിൻ ഗോളിലോട്ട് നമ്മൾ റീച്ച് ചെയ്യാൻ കുറെ സ്റ്റെപ്പ്, കുറെ ആക്ഷൻസ് ചെയ്യും. പക്ഷെ ഈ ആക്ഷൻസ് എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ടു ആൻ ഒബ്ജക്റ്റീവ് ആയിരിക്കും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒബ്ജക്റ്റീവ് ഓഫ് WHO എന്തുവാണ്? ഫസ്റ്റ് ദ അറ്റൈൻമെന്റ് ബൈ ഓൾ പീപ്പിൾ ഓഫ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത്. എല്ലാ പീപ്പിളും എന്ത് ചെയ്യാം? ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്തോട് എത്തിക്കുക. ടു ഹെൽപ്പ് പൂർ നേഷൻസ് ഡെവലപ്പ് ദർ ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ്. പൂർ ആയിട്ടുള്ള നേഷൻസ് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യാം? അവരുടെ റിസോഴ്സസ് ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. ബോത്ത് ഹ്യൂമൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസിനെ ഡെവലപ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം. സി എന്ത് പറഞ്ഞേ? ടു പ്രൊമോട്ട് ദ വെൽബീങ് ഓഫ് മാൻകൈൻഡ് ത്രൂ ദ വേൾഡ്. മാൻകൈൻഡിന്റെ വെൽബീങ് കൂട്ടണം. ഡി എന്തുവാ? ടു ഹെൽപ്പ് ദ നേഷൻസ് ടു റേസ് ദെയർ ലിവിംഗ് സ്റ്റാൻഡേർഡ്. അവർ ലിവിംഗ് സ്റ്റാൻഡേർഡ് കൂട്ടുക. അതിന്റെ കൂടെ തന്നെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസും കൂട്ടുക. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് പറഞ്ഞത്. ഇതിൽ ഏതായിരിക്കാം WHOന്റെ ഒബ്ജക്റ്റീവ്? നമ്മൾ വായിച്ചു നോക്കുമ്പോൾ എല്ലാം നല്ലതല്ലേ, നല്ല കാര്യമല്ലേ, എല്ലാം ഫോക്കസ് ചെയ്യുന്നത് ഹെൽത്തിലോട്ടാണ്. എന്നാലും WHO മെയിൻ ഒബ്ജക്റ്റീവ് ഏതാണ്? ഇതെല്ലാം കറക്റ്റ് ആൻസർ ആണ്, എല്ലാം WHO ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒബ്ജക്റ്റീവ് ഓഫ് WHO ഏതാണെന്ന് അറിയാമോ? ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത്. എ ആണ് ആൻസർ കേട്ടോ. ദ അറ്റൈൻമെന്റ് ബൈ ഓൾ പീപ്പിൾ ഓഫ് ദി ഹയസ്റ്റ് ലെവൽ ഓഫ് ഹെൽത്ത്. അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് WHO ചെയ്യുന്ന ആക്ഷൻസ് ആണ് താഴെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് WHOന്റെ സിമ്പിൾ കേട്ടോ. ഈ സിമ്പിൾ ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും. സിമ്പിൾ വന്നിട്ട് അത് ഏത് ഓർഗനൈസേഷൻ്റെ ആണെന്ന് ചോദിക്കും. കുറെ ഓർഗനൈസേഷൻസ് ഉണ്ട്. അപ്പൊ ഇതാണ് സിമ്പിൾ, WHOന്റെ സിമ്പിൾ. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ജനീവ ഇൻ സ്വിറ്റ്സർലൻഡ് ആണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് WHO എന്ന് പറയുന്നത് ജനീവ ഇൻ സ്വിറ്റ്സർലൻഡ്. അതുപോലെ അത് എന്നാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. April 7, 1948. April 7 പ്രത്യേകത എന്താ? വേൾഡ് ഹെൽത്ത് ഡേ അല്ലെ? വേൾഡ് ഹെൽത്ത് ഡേ ആണ്. സോ എന്തുകൊണ്ടാണ് അത് April 7 വേൾഡ് ഹെൽത്ത് ഡേ ആയത്? ബിക്കോസ് April 7, 1948 നമ്മൾ WHO എസ്റ്റാബ്ലിഷ് ചെയ്തത്. April 7 എന്ന് പറയുന്നത് 2 എണ്ണം ഓർക്കുക. ഒന്ന് വേൾഡ് ഹെൽത്ത് ഡേ ആണ്. അതുപോലെ WHO എസ്റ്റാബ്ലിഷ് ചെയ്ത ഡേറ്റും കൂടിയാണ്. ഇയർ എന്ന് പറയുന്നത് 1948. ഇതും എക്സാമിന് ചോദിക്കാറുണ്ട്. എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയറും ചോദിക്കാറുണ്ട്,
ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, പിന്നെ സിമ്പിൾ എന്നിട്ട് ഏതാന്ന് ചോദിക്കാറ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All are examples of food fortification except. All are examples of food fortification except. എന്ത് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ന്യൂട്രിയൻസിനെ ആഡ് ചെയ്യുന്നു. അതായത് ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇപ്പൊ ഒരു ലൊക്കാലിറ്റിയിലെ പീപ്പിളിന് റിസ്ക് ഫാക്ടർ ഉണ്ട്. ഇന്ന ഒരു സാധനത്തിന്റെ കുറവ് മൂലം, ഇന്ന ഒരു ന്യൂട്രിയന്റ് കുറവ് മൂലം ഇന്ന ഡിസീസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ചെയ്യും. നമ്മൾ ന്യൂട്രിയൻസിനെ സപ്ലിമെന്റ് ചെയ്യും. അതാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിന്റെ കൂടെ വരുന്ന വേറൊരു അനോണിമാണ് ഫുഡ് അഡൾട്രേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ഫുഡ് അഡൾട്രേഷൻ. ഇത് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടും മാറിപ്പോക്കും. ഫുഡ് പ്രിസർവേഷൻ അല്ല കേട്ടോ, അത് വേറൊരു ആസ്പെക്ട് ആണ്. ഫുഡ് പ്രിസർവേഷനേ അല്ല നമ്മുടെ സിറ്റുവേഷൻ. ഫുഡ് ഫോർട്ടിഫിക്കേഷനും ഉണ്ട്, ഫുഡ് അഡൾട്രേഷനും ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടും മാറിപ്പോകരുത്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്തുവാണ്? ന്യൂട്രിയന്റിനെ ആഡ് ചെയ്യുന്നു. നമ്മളൊരു ഫുഡിൽ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരു ഫുഡ് ഐറ്റത്തിലോട്ട് ഒരു ന്യൂട്രിയന്റിനെ ആഡ് ചെയ്യുന്നു. എങ്ങനെ വേണ്ടിയിട്ട്? അതിന് ഡെഫിഷ്യൻസി മൂലം ഡിസീസ് ഉണ്ടാകാനുള്ള റിസ്ക് ഫാക്ടർ ഉണ്ട്, സാധ്യതയുണ്ട്. സോ അതിനെ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ഏതെങ്കിലും ഒരു ഫുഡിന്റെ കൂടെ ന്യൂട്രിയന്റിനെ സപ്ലിമെന്റ് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു, എന്നിട്ട് കൺസ്യൂം ചെയ്യുന്നു. ആ പ്രോസസ് ആണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ന്യൂട്രിറ്റീവ് വാല്യൂ കൂട്ടുന്നു. ഓക്കെ, ഇപ്പൊ ഫുഡ് അൾട്ടറേഷൻ എന്തുവാണ്? അതൊരു നെഗറ്റീവ് ആസ്പെക്ട് ആണ് ഫുഡ് അൾട്ടറേഷൻ എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഫിനാൻഷ്യൽ കൂടാൻ വേണ്ടി, ഫിനാൻസ് പൈസ കൂടാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരുപാട് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? വാല്യൂ കുറഞ്ഞ ഫുഡിനെ വിൽക്കുന്നു. എങ്ങനെയാണ്? ഒന്നെങ്കിൽ അതായത് നോൺ എഡിബിൾ സബ്ജക്റ്റിനെ ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ മുളക് പൊടിയില്ലേ, ഇടയ്ക്കൊരു വാർത്ത ഉണ്ടായിരുന്നു. ഈ മുളക് പൊടിക്കകത്ത് ചുടുകട്ടയുടെ പൊടി പൊടിച്ച് മിക്സ് ചെയ്യുന്നു. അത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതാണ് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറഞ്ഞാല്. അതുപോലെ നല്ല ഫുഡിൽ നിന്ന് വേണ്ടുന്ന ന്യൂട്രിയനെ മാറ്റിയിട്ട് വിൽക്കുന്നു. അതാണ് ഫുഡ് അഡൾട്രേഷൻ എന്ന് പറഞ്ഞാൽ. ന്യൂട്രിയൻസിനെ മാറ്റിയിട്ട് വിൽക്കുന്നതാണ് ഫുഡ് അഡൾട്രേഷൻ. അത് മെയിൻലി ഇതിനു വേണ്ടി ഫിനാൻഷ്യൽ സാധനം കൂടാൻ വേണ്ടിയിട്ടായിരിക്കാം. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാലും ന്യൂട്രിയൻസിനെ അതൊരു പോസിറ്റീവ് സൈഡും ഫുഡ് അഡൾട്രേഷൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആസ്പെക്റ്റും ആണ്. സോ ക്വസ്റ്റ്യൻ എന്തുവാണ്? വാട്ട് ആർ ദ എക്സാമ്പിൾസ്? കുറെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇതില് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അല്ലാത്തത് ഏത്? ഓക്കെ, ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അല്ലാത്തത് ഏത്? നോക്കി ഏതാണ്? ഫസ്റ്റ് വൺ, ഫ്ലൂറിഡേഷൻ ഓഫ് വാട്ടർ. എന്ത് ഫ്ലൂറിഡേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ? ഫ്ലൂറിഡേഷൻ ഓഫ് വാട്ടർ എന്തോ ഒരു മീനിങ്? എന്തായിരിക്കും ഫ്ലൂറിഡേഷൻ ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ? ഫ്ലൂറിൻ വാട്ടറിൽ ആഡപ്പ് ചെയ്യുന്നു. ഫ്ലൂറിൻ കുറയുവാണെങ്കിൽ എന്താണ് പ്രശ്നം? എന്താ നമ്മൾ എന്താ ക്ലോറിൻ വാട്ടറിൽ ആഡ് ചെയ്യുന്നത്? ശുദ്ധീകരിക്കാൻ അല്ലേ? അവിടെ നമ്മൾ ഒരിക്കലും ഒരു ന്യൂട്രീറ്റീവ് വാല്യൂ കൂട്ടുമല്ല, ജസ്റ്റ് നമ്മൾ ഇൻഫെക്ഷൻ കളയുവാണ് അല്ലേ? നമ്മൾ എന്തെങ്കിലും എന്താ പറയാ, ഡിസീസ് കണ്ടീഷൻ വരാം, വെള്ളത്തിൽ കൂടി പകരുന്ന രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊന്ന് മാറ്റാൻ വേണ്ടി, വെള്ളത്തിൽ നിന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ക്ലോറിനേഷൻ ചെയ്യുന്നത്. അതുപോലെ ചില ഏരിയാസിൽ, മെയിൻലി ആലപ്പുഴ ഏരിയയിലൊക്കെ, ആലപ്പുഴ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ആലപ്പുഴ റീജിയനിലുള്ള ആരെങ്കിലും നമ്മുടെ ഈ ക്ലാസ്സിലുണ്ടോ? ആലപ്പുഴ ജില്ലയിലെ ആരെങ്കിലും? അവിടുത്തെ ഉള്ള വെള്ളത്തിന് ഫ്ലൂറിന്റെ അളവ് കുറവായിരിക്കാം. സോ അവിടെ ഡെന്റൽ കാരിയസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഫ്ലൂറിൻ ഒട്ടുമില്ലാത്ത വെള്ളം നമ്മൾ യൂസ് ചെയ്യുവാണെങ്കിൽ പല്ലിലൊക്കെ ഡെന്റൽ കാരിയസ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആലപ്പുഴ ജില്ലയിൽ നമുക്ക് കിട്ടുന്ന വെള്ളം, പൈപ്പ് വെള്ളം കിട്ടത്തില്ലേ, അതായത് ഫ്ലൂറിൻ ആഡ് ചെയ്ത വാട്ടറാണ് പൈപ്പിൽ കിട്ടുന്നത്. അതാണ് ഫ്ലൂറിഡേഷൻ ഓഫ് വാട്ടർ. സോ അവിടെ എന്താണ്? ഒരു ഫ്ലൂറിൻ എന്ന് പറയുന്ന എലമെന്റിനെ ആഡ് ചെയ്യുന്നു വെള്ളത്തിലേക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? ഡെന്റൽ കാരിയസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. സോ ഇറ്റ് ഇസ് എക്സാമ്പിൾ ഓഫ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അല്ലേ? ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എക്സാമ്പിൾ അല്ലേ ഇത്? നമ്മളുടെ എലമെന്റിനെ വെള്ളത്തേക്ക് ആഡ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ഡിസീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ അല്ലേ? ദെൻ അപ്പൊ ഇവിടെ മാസ് ആയിട്ടാണ് കൊടുക്കുന്നത്. മനസ്സിലായി? മാസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ അയോഡൈസേഷൻ ഓഫ് സാൾട്ട്. അതെന്തോ അയോഡൈസേഷൻ ഓഫ് സാൾട്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാ. എന്തോ ഇത് അയോഡൈസേഷൻ ഓഫ് സാൾട്ട്? അയോഡിൻ ഡെഫിഷ്യൻസി പ്രിവെന്റ്. നമ്മൾ ഈ ഉപ്പിന്റെ കവർ എടുത്ത് നോക്കിയാൽ കാണും അല്ലെ, അയോഡൈസ്ഡ് സാൾട്ട് എന്ന് കാണും. അപ്പൊ അയോഡിൻ എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ എലമെന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡിസീസ് ഉണ്ടാവുന്നത്? ഗോയിറ്റർ, തൈറോയിഡ് പ്രോബ്ലം ഉണ്ടാകും. ഗോയിറ്റർ അല്ലേ? അപ്പൊ മെയിൻലി നമ്മൾ അയോഡൈസ്ഡ് സാൾട്ട് കൊടുക്കുന്നത് ഹില്ലി ഏരിയാസിലുള്ള പീപ്പിളിലാണ്. ഈ സീഷോർ ഉള്ള ആൾക്കാർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം അവിടെ ഒരു സോൾട്ടിന്റെ കണ്ടന്റ് കൂടുതലാണ്. ഹില്ലി ഏരിയാസിലോടൊക്കെ വരുമ്പോൾ ഈ അയോഡിൻ എന്ന് പറഞ്ഞ സാധനം കുറഞ്ഞു വരും. സോ നമ്മൾ എന്ത് ചെയ്യും? സാൾട്ടില് അയോഡിൻ ആഡപ്പ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? ഗോയിറ്റർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. സോ നമ്മുടെ എയിം ഗോയിറ്റർ പ്രിവെന്റ് ചെയ്യാം. എന്ത് ചെയ്ത്?
സോൾട്ടിലോട്ട് അയൺ ആഡ് ചെയ്തിട്ട്. സോ ഇറ്റ് ഇസ് എക്സാമ്പിൾ ഓഫ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. ഓപ്ഷൻ സി ഒന്ന് നോക്കി, നമ്മുടെ ക്വസ്റ്റ്യൻ എക്സെപ്റ്റ് ആണ്, അല്ലാത്തത് ഏതെന്നാണ്. ഓപ്ഷൻ സി സഫ്രോൺ ഇൻ മിൽക്ക്. അതെന്തോ സാധനം? മൂപ്പുൽ പാലിൽ ആഡ് ചെയ്ത് കുടിക്കുന്നത് അല്ലേ? എന്താ അതെന്താ, എന്തിനു വേണ്ടിയിട്ടാണത്? അത് ഇതിന്റെ ആൻസർ ആണോ അതോ അല്ലേ? അത് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ ആണോ അതോ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അല്ലേ? ഓപ്ഷൻ ഡി ഒന്ന് നോക്കാം. വൈറ്റമിൻ എ ഇൻ വനസ്പതി. എന്തോ വനസ്പതി എന്ന് പറഞ്ഞാൽ വാട്ട് യു മീൻ ബൈ വനസ്പതി? വെജിറ്റബിൾ എഡിബിൾ ഓയിൽ ആണ്, വെജിറ്റബിൾ ബേസ്ഡ് ഒരു എഡിബിൾ ഓയിൽ ആണ് വനസ്പതി എന്ന് പറഞ്ഞാൽ. അപ്പൊ അത് നമ്മൾ വൈറ്റമിൻ എ ആഡ് ചെയ്യും. അറിയാമോ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ഉണ്ടായാൽ വാട്ട് വിൽ ഹാപ്പൻ? വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ലീഡ്സ് ടു നൈറ്റ് ബ്ലൈൻഡ്നെസ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. സോ ഈ ചില ഏരിയാസിലൊന്നും ഈ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ, പണ്ടൊക്കെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ഒന്നും ഫോളോ ചെയ്യാത്ത ഏരിയാസ് ഉണ്ടായിരിക്കും. സോ അവിടെ അവർ എന്ത് ചെയ്യുന്ന അറിയാമോ? വനസ്പതി ആ എഡിബിൾ, പണ്ടത്തെ കുഞ്ഞുങ്ങൾക്ക് ഈ ഫുഡ് കൊടുക്കത്തില്ലേ, നമ്മൾ ഈ നെയ്യൊക്കെ ചാലിച്ച് കുഞ്ഞുങ്ങൾക്ക് ചോറ് കൊടുക്കുമല്ലോ, അപ്പൊ അതിന് പകരം ചില ഏരിയാസിൽ ഈ വനസ്പതി എന്ന് പറയുന്ന എഡിബിൾ വെജിറ്റബിൾ ഓയിൽ ഉണ്ട്. അത് ഫുഡിൽ കലർത്തിയിട്ട് ഫുഡ് സോഫ്റ്റ് ആക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. സോ അതിലെന്തോ ചെയ്യും ഇവര്? വൈറ്റമിൻ എ ആഡ് ചെയ്യും. വനസ്പതി ഓയിൽ നമ്മൾ വാങ്ങുമ്പോൾ ആ പാക്കറ്റിനകത്ത് വൈറ്റമിൻ എയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടുന്നത്. സോ അത് വേണ്ടി നൈറ്റ് ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി. സോ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഡെന്റൽ കാരീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ഫ്ലൂറിൻ ആഡ് ചെയ്യുന്നു. ബി എന്ന് പറയുന്നത് ഗോയിറ്റർ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അയോഡിൻ ആഡ് ചെയ്യുന്നു സോൾട്ടിലോട്ട്. ഡി എന്ന് പറയുന്നത് വൈറ്റമിൻ എ, നൈറ്റ് ബ്ലൈൻഡ്നെസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി വനസ്പതിയിൽ വൈറ്റമിൻ എ ആഡ് ചെയ്യുന്നു. സഫ്രോണിൽ മിൽക്ക് എന്ന് പറയുന്നത് അതൊരു ഫുഡ് ഫോർട്ടിഫിക്കേഷൻ അല്ല, നമുക്കൊന്നും പ്രിവെൻഷന് വേണ്ടിയിട്ടല്ല, നമ്മൾ ജസ്റ്റ് ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ ചെയ്യുന്നത് അല്ലെ. സഫ്രോൺ എന്ന് പറഞ്ഞ കുങ്കുമപ്പൂവിന്റെ ഡെഫിഷ്യൻസി മൂലം എന്തെങ്കിലും ഡിസീസ് കണ്ടീഷൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, നമ്മൾ എങ്ങും പഠിച്ചിട്ടില്ല. സോ അതൊരു ഹെൽത്ത് കുറച്ചും കൂടി എൻഹാൻസ് ചെയ്യാൻ വേണ്ടി, സ്കിൻ കളർ കൂട്ടാനോ കുറച്ചും കൂടി ഹെൽത്തി ആകാൻ വേണ്ടി നമ്മൾ സഫ്രോൺ മിൽക്കിൽ ആഡ് ചെയ്ത് കഴിക്കുന്നേ ഉള്ളൂ, സ്കിൻ ബ്രൈറ്റനിങ് ആയൊക്കെ വേണ്ടിയിട്ട്. അല്ല അവിടെ ഒരു ഡിസീസ് കണ്ടീഷനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു മാസമായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ആക്ഷൻ അല്ല. സോ വാട്ട് ഈസ് ദി ആൻസർ? ഓപ്ഷൻ സി ആണ്, സഫ്രോൺ ഇൻ മിൽക്ക്. ഓക്കെ, then which class of, sixth question, which class of antibodies is the most abundant in the bloodstream of human body? Antibodies means immunoglobulin. നമ്മുടെ ബോഡിയിൽ immunoglobulins ഉണ്ട്. an example ആണ് IgA, B, G, E, M etc. ഇതില് നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന immunoglobulins ഏതാണ്? ഇതും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാല് ഏതായിരിക്കാം? നിങ്ങളുടെ മനസ്സിൽ വെച്ച്, പഠിച്ച ഓർമ്മയിൽ വെച്ച്, വായിച്ച ഓർമ്മയിൽ വെച്ച് ഏത് ആന്റിബോഡി അല്ലെങ്കിൽ ഏത് ഇമ്യൂണോഗ്ലോബുലിൻ ആയിരിക്കാം? എ ആണോ, ബി ആണോ, ജി ആണോ, ഇ ആണോ? അപ്പൊ ഞാൻ പറഞ്ഞു കുറെ ഇമ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. അപ്പൊ ഇതിനെക്കുറിച്ച് കുറെ പഠിക്കാനുണ്ട്. പക്ഷെ എക്സാം വ്യൂ പോയിന്റിൽ നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം. ഒന്നെന്ന് പറഞ്ഞാല് IgE, ഇ എന്ന് ഓർക്കുമ്പോഴേ മനസ്സിൽ വിചാരിക്കുക അലർജി. അലർജി ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്യൂണോഗ്ലോബുലിനാണ് IgE. മറക്കല്ലേ, അലർജീസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി അല്ലെങ്കിൽ ഇമ്യൂണോഗ്ലോബുലിൻ ആണ് IgE എന്ന് പറഞ്ഞാൽ മറക്കരുത്. ഇനി ഓർക്കേണ്ടത് ബോഡി സെക്രീഷൻസിൽ ഉള്ള ആന്റിബോഡിയാണ് IgA. ബോഡി സെക്രീഷൻസ്. എക്സാമിന് ചോദിക്കുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ബ്രസ്റ്റ് മിൽക്കിൽ അടങ്ങിയിരിക്കുന്ന ഇമ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ബ്രസ്റ്റ് മിൽക്ക് ഈസ് എ ബോഡി സെക്രീഷൻ അല്ലെ. ബോഡി സെക്രീഷൻ ആയതുകൊണ്ട് ഏത് ഇമ്യൂണോഗ്ലോബുലിൻ ആണ്? IgA. ഇ എന്ന് പറയുമ്പോൾ അലർജി ഓർക്കാം, എ എന്ന് പറയുമ്പോൾ ബോഡി സെക്രീഷൻസ് ഓർക്കാം. IgG എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചോദിക്കാം. ഒന്ന് മോസ്റ്റ് അബണ്ടന്റ്, നമ്മുടെ ക്വസ്റ്റ്യൻ അതാണ് അല്ലെ. കറക്റ്റ് വേർഡ് ആണ് മോസ്റ്റ് അബണ്ടന്റ്. അത് IgG തന്നെയാണ്. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് IgG ആണ്. IgGയുടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ക്രോസ് പ്ലാസന്റ. ഒരു കുഞ്ഞ് ജനിക്കുമ്പം കുഞ്ഞിന്റെ ബോഡിയിലുള്ള ഇമ്യൂണോഗ്ലോബുലിൻ അമ്മയിൽ നിന്നും, അമ്മയുടെ പ്ലാസന്റയിൽ നിന്നും കിട്ടിയ ഇമ്യൂണോഗ്ലോബുലിൻ ആണ് IgG എന്ന് പറഞ്ഞാൽ. അപ്പൊ രണ്ട് കാര്യം IgG കുറിച്ച് ഓർക്കാനുണ്ട്. മോസ്റ്റ് അബണ്ടന്റും ആണ്, പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന ഇമ്യൂണോഗ്ലോബുലിൻ IgG ആണ്. ഈ IgM എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോൾ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്നത് IgM ആണ്. അപ്പൊ IgM നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്തുവാ? നമുക്ക് കറണ്ട് ആയിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്.
IgM. IgMന്റെ വേറൊരു പ്രത്യേകത, ഈ പിക്ചർ ഒന്ന് നോക്കി. ഇപ്പൊ ഞാൻ കുറെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ IgMന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ആ പിക്ചർ കണ്ടിട്ട് IgM എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ലാർജസ്റ്റ് ആണ്, അതും ചോദിക്കാം. ഏറ്റവും സൈസ് കൂടുതൽ പെൻജാമർ ആണത്. ലാർജസ്റ്റ് സൈസ് IgM ആണ്. IgD യെ കുറിച്ച് വലുതായിട്ടൊന്നും ചോദിക്കാറില്ല, ജസ്റ്റ് ഓർക്കാം. അത് ബി സെൽ പ്ലാസ്മ മെമ്മറി, നമ്മൾ ബി ആൻഡ് ടി സെൽസ് ഇല്ലേ, അതിലെ ബി സെല്ലിന്റെ പ്ലാസ്മ മെമ്മറിയിലാണ് ഡി പോയി അറ്റാച്ച് ചെയ്യുന്നത്. ഇത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഞാൻ ഇത്രയും പറഞ്ഞത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അലർജി വരുമ്പം ആക്ട് ചെയ്യുന്ന ഏത് ഇമ്യൂണോഗ്ലോബുലിനാ? അലർജി വരുമ്പോൾ നമ്മുടെ ബോഡി സിക്രീഷൻസിൽ, ഫോർ എക്സാമ്പിൾ ബ്രസ്റ്റ് മിൽക്കിലുള്ള ഇമ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA. പ്ലാസന്റ ക്രോസ് ചെയ്യുന്ന ഏതാണ്? IgG. മോസ്റ്റ് അബണ്ടന്റ് ഏതാണ്? IgG. മോസ്റ്റ് ബിഗ്, ഏറ്റവും വലിയ സൈസ് ഉള്ളത് ഏതാണ്? IgM. അതുപോലെ പെൻജാമർ ആണെന്ന് ഓർത്തോണേ. പെൻജാമർ 5 ചെയിൻസ് ഉണ്ട്, പെൻജാമർ ആണ്. ഒരു റീസെന്റ് ഇൻഫെക്ഷൻ വരുമ്പം ആദ്യം ബോഡിയിൽ അറൈസ് ചെയ്യുന്നത് ഏതാണ്? IgM. IgM ആണ് കറണ്ട് ഇൻഫെക്ഷൻ ആദ്യം ഉണ്ടാവുന്നത്. പിന്നെ അത് IgG വന്നോളും. IgM അത് ആക്ഷൻ ചെയ്യും. പിന്നെ അങ്ങോട്ട് വരുന്നത് IgG ആയിരിക്കും. നമ്മുടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ ഒരു കോവിഡ് വന്ന് വിചാരിക്കാം. അതിപ്പോ എനിക്ക് ഫസ്റ്റ് ടൈമിൽ കോവിഡ് വന്നു. കോവിഡ് വന്നു കഴിയുമ്പോൾ കോവിഡിനെ എതിരെ ആക്ട് ചെയ്യുന്നത് IgM ആയിരിക്കും, ആന്റിബോഡി. കാരണം ആദ്യമായിട്ട് എന്റെ ബോഡിയിൽ കോവിഡ് വന്നു, ഫസ്റ്റ് ആക്ട് ചെയ്യുന്നത് IgM ആയിരിക്കും. ഓക്കെ, അപ്പൊ എനിക്ക് കോവിഡ് ഒക്കെ മാറി. ഈ രണ്ടാമത്തെ വീണ്ടും വന്നു കഴിഞ്ഞാല് പിന്നെ വരുന്നത് IgG ആയിരിക്കും. മനസ്സിലായോ? IgG ആയിരിക്കും പിന്നെ ആക്ട് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ഓർക്കുക, കറണ്ട് ഇൻഫെക്ഷൻ കാണിക്കുന്നത് IgM ആണ്. ഇത്രയും ഞാൻ പറഞ്ഞ പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സാം വ്യൂ പോയിന്റിൽ, അത് മറക്കാൻ പറ്റും. സോ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ അബണ്ടന്റ് ഏതായിരുന്നു? അത് IgG ആണ്. ഓക്കെ, ദെൻ ഫസ്റ്റ് ഫംഗ്ഷൻ ഓഫ് അഡ്മിനിസ്ട്രേഷൻ. നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് നിങ്ങൾക്ക് അറിയാലോ. ഒരു മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റില് അഡ്മിനിസ്ട്രേഷന്റെ ഫസ്റ്റ് ഫംഗ്ഷൻ ഏതാണ്? ബഡ്ജറ്റിംഗ്, ഓർഗനൈസിംഗ്, പ്ലാനിങ് ആൻഡ് സ്റ്റാഫിംഗ്. ഓപ്ഷൻ സി പ്ലാനിങ്. എല്ലാവർക്കും പ്ലാനിങ് ആണോ? എല്ലാവർക്കും പ്ലാനിങ് ആണോ? ഓക്കെ, അതിലൊരു സിനോണിം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പോസ്റ്റ് കോർബ്. കേട്ടിട്ടുണ്ടോ? മേലിൽ ലൂതർ ഗുള്ളിക്ക് കൊണ്ടുവന്ന ഒരു ടേം ആണ് പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞത്. ഇത് ഷോസ് ദ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെന്റ്. അതിൽ P എന്ന് പറഞ്ഞ പ്ലാനിങ് ഫസ്റ്റ് ഫംഗ്ഷൻ, O ഫോർ ഓർഗനൈസിംഗ്, S ഫോർ സ്റ്റാഫിംഗ്, D ഫോർ ഡയറക്ടിംഗ്, C ഫോർ കൺട്രോളിംഗ് ആൻഡ് കോർഡിനേറ്റിംഗ്. R ഫോർ റിപ്പോർട്ടിംഗ് ആൻഡ് B ഫോർ ബഡ്ജറ്റിംഗ്. നോർമലി ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്ലാനിങ് ആണ്. സോ ദ ആൻസർ ഈസ് പ്ലാനിങ്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കി, പോസ്റ്റ് കോർബ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു മാനേജ്മെന്റിന്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണ്? അതിന്റെ കറക്റ്റ് സ്റ്റെപ്പിലാണ്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് ഏത്, അങ്ങനെയാണ് പറയുന്നത്. കൊണ്ടുവന്നത് ലൂതർ ഗുള്ളിക്കാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോപ്ലിക് സ്പോട്ട് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ്. കോപ്ലിക് സ്പോട്ട് കേട്ടിട്ടുണ്ടോ? ഇത് മീസിൽസ് അല്ലെ? എന്താ കോപ്ലിക് സ്പോട്ട് എന്ന് പറഞ്ഞാൽ? എന്ത് സംഭവം എന്തെന്നറിയാം നമുക്ക് ബിസിനസ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. എന്ത് സംഭവം? എക്സാം നമുക്ക് പഠിക്കാം, കാണാതെ പഠിക്കാം. കോപ്ലിക് സ്പോട്ട് എന്ന് കേൾക്കുമ്പോഴേ മീസിൽസ് എന്ന് പറയാം. സംഭവം എന്തുവാ? കണ്ടീഷൻ എന്തോ? ഈ നമ്മുടെ മൗത്തിന്റെ ബക്കൽ ഏരിയയില്, ബക്കൽ മ്യൂക്കോസയില് ഈ റാഷസ് കണ്ടോ? ഈ റാഷസ് കണ്ടോ? അതായത് നമ്മളത് റിലേറ്റ് ചെയ്യുന്നത് എന്തെന്നറിയാമോ? ടൈനി വൈറ്റ് ഗ്രെയിൻസ് അല്ലെങ്കിൽ സാൻഡ്സ് എന്ന് പറയും. ടൈനി ഗ്രെയിൻസ് ഓഫ് വൈറ്റ് സാൻഡ്. വെള്ള കളറുള്ള ചെറിയ തരിപ്പുള്ള മണലില്ലേ, അതിങ്ങനെ വാരി വിതറുക. അതിന് ചുറ്റും റെഡ് റിങ് ഉണ്ടാവും കേട്ടോ. വൈറ്റ് ആയിട്ടുള്ള ഗ്രെയിൻസ് ഇത് നോക്കി, നടുക്കൊരു വൈറ്റിഷ് കളർ കണ്ടോ ഇവിടെ? ഇത് കറക്റ്റ് കാണാൻ പറ്റും തോന്നുന്നു അല്ലെ? ഞാൻ ഇവിടെ കണ്ടോ, നടുക്കൊരു വൈറ്റ് സ്പോട്ട്, അതിന് ചുറ്റും റെഡ് റിങ്. അതാണ് കോപ്ലിക് സ്പോട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ബക്കൽ മ്യൂക്കേസിലാണ് കാണുന്നത്. അത് മീസിൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. കോപ്ലിക് സ്പോട്ട് ബക്കൽ മ്യൂക്കോസിൽ കാണുന്ന വൈറ്റ് സ്പോട്ട് കവേർഡ് ബൈ റെഡിഷ് കളർ റിങ്, അതാണ് കോപ്ലിക് സ്പോട്ട്. ഇനി എവിടെ ആദ്യം വരുന്നത് ഈ ഒരു സ്പോട്ട്, ഈ ഒരു റാഷ്? ബക്കൽ മ്യൂക്കോസയിലെ എവിടെയാണ് ആദ്യം വരുന്നത്? അത് എക്സാമിന് ചോദിക്കുന്നത്. ഓപ്പോസിറ്റ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അപ്പർ മോളാർ. ഓർത്ത് വെച്ചോണേ, ഓപ്പോസിറ്റ് ടു ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അപ്പർ മോളാർ. ഇത് എക്സാമിന് ചോദിക്കുന്ന പോയിന്റ് ആണ്. ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അപ്പർ മോളാസിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ആദ്യം കാണുന്നത്. ഓക്കെ, ദിസ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്നത് മീസിൽസ് ആണ്. ഐ തിങ്ക് എല്ലാവരും പറഞ്ഞു അതല്ലേ? 9th ക്വസ്റ്റ്യൻ.
A newborn failing to pass meconium within the first 24 hours of life after birth may indicate. കുഞ്ഞു ജനിച്ചു, ന്യൂബോൺ ആണ്, 24 hours ശേഷവും മെക്കോണിയം പാസ് ചെയ്തില്ല, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യാം? celiac disease, Hispens disease, pyloric stenosis and gastroschisis. അപ്പൊ എന്തുവാ ഹിസ്പൻസ് ഡിസീസ് എന്ന് പറഞ്ഞു? എന്തുവാ ഹിസ്പൻസ് ഡിസീസ് എന്ന് പറഞ്ഞു? എന്താ വാട്ട് ഈസ് ഹിസ്പൻസ് ഡിസീസ്? അതിന്റെ വേറൊരു പേര് എന്തെന്ന് അറിയാമോ ഹിസ്പൻസ് ഡിസീസിന്റെ? അത് എക്സാമിന് ചോദിക്കുന്നതാ. അതർ നെയിം ഫോർ ഹിസ്പൻസ് ഡിസീസ് എ ഗാംഗ്ലിയോണിക് മെഗാകോളോൺ. എ ഗാംഗ്ലിയോണിക് മെഗാകോളോൺ, അതായത് ജനൈറ്റൽ ഗാംഗ്ലിയോണിക് മെഗാകോളോൺ. നമ്മളെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് നമ്മുടെ കോളോൺ ഉണ്ടല്ലോ, കോളോൺ ഏരിയയിലെ ഗാംഗ്ലിയോണിക് സെൽസ് ഉണ്ട്. നമ്മുടെ കോളോണിന്റെ ആ ഗാംഗ്ലിയോണിക് സെൽസ് ആണ് അതിനെ കൺട്രാക്ഷൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ കോളോൺ കൺട്രാക്ഷൻ ചെയ്യുമ്പോഴാണ് ഫീക്കൽ മാറ്റർ പുറത്തോട്ട് വരുന്നത്. അപ്പൊ അവിടെ ഈ ഗാംഗ്ലിയോൺ സെൽസ് ഇപ്പൊ ന്യൂറൽ സെൽസ് ആണ്, നെർവ് സെൽസ് ആണ്. അപ്പൊ ഗാംഗ്ലിയോണിക് സെൽസ് ജനിക്കുമ്പോഴേ ഇല്ലെങ്കിൽ വാട്ട് ഹാപ്പൻ? ആ ഒരു ഏരിയ കോളോൺ ഏരിയ ഒരിക്കലും കൺട്രാക്ട് ചെയ്തില്ല, അത് എപ്പോഴും ഡിസ്റ്റന്റ് ആയിട്ടിരിക്കും. സോ അവിടെ കൂടുന്ന അവിടെ ഫുഡ് പാർട്ടിക്കിൾസിന്റെ എൻഡ് പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും, പിന്നെ അങ്ങോട്ട് പാസ് ചെയ്ത് പോകത്തില്ല. കാരണം എന്താ? ഗാംഗ്ലിയോണിക് സെൽസ് ഇല്ല. അവരുണ്ടെങ്കിൽ കൺട്രാക്ട് ചെയ്ത് പുറത്ത് പുഷ് ചെയ്യത്തുള്ളൂ. സോ എന്താണ് റിസൾട്ട് ചെയ്യുന്നത്? മെക്കോണിയം പാസ് ചെയ്യത്തില്ല. അപ്പൊ കുഞ്ഞ് മെക്കോണിയം പാസ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ രണ്ട് കാര്യങ്ങൾ വരും. ഒന്ന് ഇവിടെ ഈ ആൻസറിനകത്ത് ഹിസ്പൻസ് ഡിസീസും, നെക്സ്റ്റ് വൺ ഏനോറെക്ടൽ മാൽഫോർമേഷൻസ്. റെക്ടം ഇല്ലാത്ത, ഏനസും റെക്ടം ഇല്ലാത്ത കുഞ്ഞുങ്ങൾ ജനിക്കുമല്ലോ, അത് കേട്ടിട്ടില്ലേ? അതും ആകാം. ഇത് രണ്ടു വേണമെങ്കിലും ആകാം. ഒന്ന് ഹിസ്പൻസ് ഡിസീസും ആകാം, അല്ലെങ്കിൽ ഏനോറെക്ടൽ മാൽഫോർമേഷൻസും ആയിരിക്കാം. നമ്മുടെ ഓപ്ഷനകത്ത് നിങ്ങളുടെ ഓപ്ഷൻ ചോദിക്കുമ്പോൾ രണ്ടിൽ ഒന്നേ ചോദിക്കും. ഒന്നെങ്കിൽ ഹിസ്പൻസ് ഡിസീസ് കാണും, അല്ലെങ്കിൽ ഏനോറെക്ടൽ മാൽഫോർമേഷൻ. രണ്ടും കൂടെ ഓപ്ഷനിൽ വരുത്തില്ല. അപ്പം ഓപ്ഷനിൽ ഇത് രണ്ടെങ്കിലും ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്തോ. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഹിസ്പൻസ് ഡിസീസ് ആണ്. അപ്പൊ celiac ഡിസീസ് എന്തുവാ? നമ്മുടെ ഇൻഡസ്റ്റൈനിലെ വില്ലയുണ്ട്, വില്ലൈ അറിയാമോ? ഇൻഡസ്റ്റൈനിലെ വില്ലയുണ്ട്. ഇതാണ് അബ്സോർബ് ചെയ്യുന്നത്, ഫുഡ് പാർട്ടിക്കിൾസിനെ അബ്സോർബ് ചെയ്യുന്നത്. ജനിക്കുന്ന സമയത്ത് ചില കുഞ്ഞുങ്ങൾക്ക് ഗ്ലൂട്ടൻ എന്ന് പറയുന്ന പ്രോട്ടീൻ, ഗ്ലൂട്ടൻ, അത് ഭയങ്കര അലർജിക് ആയിരിക്കും. ബോഡി റെസ്പോണ്ട് മീൻസ് ഭയങ്കര റിയാക്ട് ചെയ്യും. അപ്പൊ ഗ്ലൂട്ടൻ അടങ്ങിയ ഫുഡ് കഴിക്കുമ്പം കുഞ്ഞിന്റെ ഈ വില്ലൈ അട്രോഫി ആയിപ്പോകും. ഇതാണ് celiac ഡിസീസ്. ഇപ്പൊ celiac ഡിസീസ് എന്ന് ഓർക്കുമ്പോൾ മനസ്സിലോർക്കാം, ഗ്ലൂട്ടൻ കുഞ്ഞിന് എന്ത് ചെയ്യുന്നില്ല? ബോഡിയെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഗ്ലൂട്ടൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നമ്മുടെ കുഞ്ഞിന്റെ ബോഡി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അതാണ് celiac ഡിസീസ് എന്ന് പറഞ്ഞാൽ. ഈ വീറ്റ്, ബാർലി അതിനകത്തൊക്കെ ഗ്ലൂട്ടൻ കണ്ടന്റ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഫുഡ് കുഞ്ഞ് അവോയ്ഡ് ചെയ്യേണ്ടി വരും. ഈ വില്ലൈ അട്രോഫി ആയിപ്പോകും. അത് celiac ഡിസീസ് എന്ന് പറഞ്ഞാൽ. ഇനി പൈലോറിക് സ്റ്റീനോസിസ് എന്തുവാ? പൈലോറിക് സ്റ്റീനോസിസ് അതും എക്സാമിൽ ചോദിക്കും. പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് ഉള്ള GIT ഡിസീസ് കണ്ടീഷൻ, പൈലോറിക് സ്റ്റീനോസിസ്. നമ്മുടെ സ്റ്റൊമക്ക് കണ്ടോ? സ്റ്റൊമക്ക് ഇങ്ങനെ പോകുന്ന ഈ ഒരു ഷീ ഷേപ്ഡ് ഏരിയയാണ് പൈലോറസ് എന്ന് പറഞ്ഞാൽ. അത് നാരോ ആകുന്നതാണ് പൈലോറിക് സ്റ്റീനോസിസ്. അപ്പൊ പ്രഷർ കൂടുതലായിരിക്കാം. അപ്പൊ പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് ഉണ്ടാവും. ഇത് എക്സാമിൽ എപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് സീൻ ഇൻ പൈലോറിക് സ്റ്റീനോസിസ്. ഈ പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് നമ്മുടെ ഹെഡ് ന്യൂറോളജിയുമായിട്ട് ഡിസീസ് ഒരു കണ്ടീഷനിൽ വരും. പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് ന്യൂറോളജി ആയിട്ട് വരുമ്പോ എപ്പോഴാണ് നമ്മൾ പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് കാണിക്കുന്നത്? കുഞ്ഞ് വിത്തൗട്ട് GI സിസ്റ്റം, GIക്ക് പ്രശ്നമൊന്നുമില്ല. എപ്പോഴായിരിക്കും? കുഞ്ഞെന്നല്ല, എല്ലാവരും ആലോചിച്ചോളൂ. പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് എവിടെ വരുന്നത്? മെനിഞ്ചൈറ്റിസിലുണ്ട്. പക്ഷെ റീസൺ ഈസ് വാട്ട്? ഇൻക്രീസ്ഡ് ICP, ഇൻട്രാക്രൈനൽ പ്രഷർ കൂടുമ്പോൾ പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് ഉണ്ടാവും. നമ്മുടെ ഹൈപ്പോതലാമസിനെ അത് എക്സസീവ് ആയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പ്രൊജക്ടൈൽ വൊമിറ്റിംഗ് ഉണ്ടാവും. അപ്പം ഇൻക്രീസ്ഡ് ICPയിലും പൈലോറിക് സ്റ്റീനോസിസിലും പ്രൊജക്ടൈൽ വൊമിറ്റിംഗ്. എന്ത് ഗ്യാസ്ട്രോസീഷ്യസ് എന്ന് പറഞ്ഞു? അതും എക്സാം ഇപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്യാസ്ട്രോസീഷ്യസും ഉംഫാലോസീനും ഇത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. എന്തോ അത്? അതായത് കുഞ്ഞിന്റെ അബ്ഡോമിനൽ വാള് ഫുൾ ആയിട്ട് ഫോം ചെയ്തില്ലെങ്കിൽ ഉണ്ടാകുന്ന ഡിസീസ് കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ ആണ് ഗ്യാസ്ട്രോസീഷ്യസും ഉംഫാലോസീനും. രണ്ടും അബ്ഡോമിനൽ വാള് ഫുൾ ആയിട്ട് ക്ലോസ്ഡ് ആകാതെ നമ്മുടെ ഇൻഡസ്റ്റൈൻ എന്ത് ചെയ്യും? കുഞ്ഞിന്റെ വയറ്റിന് പുറത്തിരിക്കും. അതാണ് രണ്ടും. പക്ഷെ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഉംഫാലോസീലില് ഇൻഡസ്റ്റൈന്റെ പുറത്തുകൂടി ഒരു സാക്ക് ഉണ്ടായിരിക്കും. ഗ്യാസ്ട്രോസീഷ്യസിൽ സാക്ക് ഉണ്ടാവത്തില്ല. ഇത് വളരെ ഇമ്പോർട്ടന്റ് എക്സാം പോയിന്റ്. ഗ്യാസ്ട്രോസീഷ്യസിൽ എന്തില്ല? സാക്ക് ഇല്ല. ഉംഫാലോസീലില് പക്ഷെ സാക്ക് കവേർഡ് ആയിരിക്കും. എങ്ങനെ ഓർത്ത് വെക്കാം? ഉംഫാലോസീൽ ഓ എന്ന് പറയുന്നത് ഫുൾ ക്ലോസ്ഡ് അല്ലേ? ഫുൾ ക്ലോസ്ഡ് മീൻസ് വാട്ട്? കവർ സാക്ക് എന്ന് ഓർക്കാം. ഓ എന്ന് പറയുന്നത് ഫുൾ ക്ലോസ്ഡ് ആണ്. ജി എന്തുവാണ്? ജി എന്ന് പറഞ്ഞാൽ ഫുൾ ക്ലോസ്ഡ് അല്ല, ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്. സോ സാക്ക് ഇല്ല, ഫുള്ളി കവേർഡ് അല്ല. ഇതൊരു ഫുൾ കവേർഡ് അല്ല സാധനം. സോ അവിടെ സാക്ക് ഇല്ല. ഇത് എക്സാം ചോദിക്കുന്നതാണ്.
അബ്ഡോമിനൽ കണ്ടന്റ് പുറത്താണ്, പക്ഷെ സാക്ക് ഉണ്ട്. സാക്ക് ഉണ്ടെങ്കിൽ ഓംഫാലോസിയില്, സാക്ക് ഇല്ലെങ്കിൽ ഗ്യാസ്ട്രോസിഷ്യസ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? മെക്കോണിയം പാസ് ചെയ്തില്ലെങ്കിൽ കണ്ടീഷൻ ചെയ്ത്, ദാറ്റ് ഈസ് ഹിസ്കിൻസ് ഡിസീസ്. എനോഡക്ടൽ മാൽഫോർമേഷൻ ഉണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം. ഏതെങ്കിലും ഒന്നേ ചോദിക്കാറുള്ളൂ. ഓക്കെ ആണോ? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അംബ്ലിക്കൽ കോഡ് കണ്ടെയ്ൻസ്. അംബ്ലിക്കൽ കോഡ് കണ്ടെയ്ൻസ് എന്തോ? അംബ്ലിക്കൽ കോഡ് എന്തൊക്കെയുണ്ട്? എത്ര ആർട്ടറി എത്ര വെയിൻ ഉണ്ട്? എത്ര ആർട്ടറിയും എത്ര വെയിനും ഉണ്ട്? ഇതും എക്സാമിന് ചോദിക്കുന്നതാണ്. ഇറ്റ് കണ്ടെയ്ൻസ് 2 ആർട്ടറി ആൻഡ് 1 വെയിൻ. കേട്ടോ? അംബ്ലിക്കൽ കോഡിനകത്ത് 2 അംബ്ലിക്കൽ ആർട്ടറീസും 1 അംബ്ലിക്കൽ വെയിനുമാണ് ഉള്ളത്. ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്. അംബ്ലിക്കൽ കോഡ് കണ്ടെയ്ൻസ് 2 ആർട്ടറീസ് ആൻഡ് 1 വെയിൻ. നമ്മൾ ഇന്ന് ഒരു 10 ക്വസ്റ്റ്യൻസ് നോക്കി. ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. അപ്പം ക്വസ്റ്റ്യൻ വരുമ്പോൾ ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ചു നോക്കുക, കറക്റ്റ് മീനിങ് മനസ്സിലാക്കുക, എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കുക. എല്ലാ ഓപ്ഷൻസും വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആണെങ്കിൽ മാത്രമേ ഓപ്ഷൻസ് ചൂസ് ചെയ്യാവുള്ളൂ. ഒട്ടും അറിയില്ലെങ്കിൽ ജസ്റ്റ് സ്കിപ്പ്. നെഗറ്റീവ് മാർക്ക് ആഡ് ചെയ്യരുത്, ലിസ്റ്റിൽ വരാൻ പാടായിരിക്കും. സോ മാക്സിമം നെഗറ്റീവ് മാർക്ക് കുറയ്ക്കുക. 100% ഷുവർ ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? ആൻസർ ഓപ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി അങ്ങോട്ട് നല്ലപോലെ പഠിക്കുക. തിയറി മാത്രം പഠിച്ചാൽ പോരാ. ബട്ട് യു വിൽ നീഡ് ടു ഡു ക്വസ്റ്റ്യൻസ്. പഴയ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കണം. നെഗറ്റീവ് വരുന്നെങ്കിൽ നെഗറ്റീവ് മാർക്ക് ആഡ് ചെയ്ത്, നെഗറ്റീവ് ഉണ്ടെങ്കിൽ മാർക്ക് കുറച്ച് നിങ്ങളെ സ്കോർ ചെയ്ത് നിങ്ങൾ പഠിക്കണം. അപ്പൊ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് നിങ്ങൾ ആ ഒരു ട്രാക്കിലേക്ക് വന്നു വീണോളൂ. മാക്സിമം തിയറി പഠിക്കുക, അതിന്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യുക.